ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ ഷഫീഖ്. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചർമ്മത്തിൻ്റെ യൗവനവും തിളക്കവും ഒക്കെ നിലനിർത്താൻ സഹായിക്കുന്ന ഫേസ് പാക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും ടിപ്സുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞു ബെല്ലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ഏതൊക്കെ വിധത്തിൽ നമ്മുടെ ചർമ്മത്തെ ബാധിക്കുമെന്ന് കൂടി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി പല വിധത്തിലുള്ള മാർഗങ്ങളുണ്ട്. ഇവയിൽ ചർമ്മത്തിന് ഏറ്റവും അധികം സഹായിക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നാട്ടുമാർഗങ്ങൾ. പ്രകൃതിദത്ത മാർഗങ്ങൾ ഉപയോഗിച്ച് വേണം എപ്പോഴും ചർമ്മത്തിന് വേണ്ടി എന്ത് കാര്യവും ചെയ്യാൻ. അല്ലെങ്കിൽ അത് പലപ്പോഴും ചർമ്മത്തെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തു വെക്കണം. അതായത് അൾട്രാവയലറ്റ് രശ്മികൾ സൗന്ദര്യ സംരക്ഷണത്തിൽ കരിവാളിപ്പ് എപ്പോഴും പ്രശ്നം തന്നെയാണ്. അതിന് നമുക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിച്ചാൽ ചർമ്മത്തിന് നല്ല തിളക്കവും നിറവും വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് അൾട്രാവയലറ്റ് രശ്മികൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്, നമുക്കറിയാം. എന്നാൽ ഇതിനെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ടിപ്പുണ്ട്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഒരു ഉരുളൻകിഴങ്ങും 1 ടീസ്പൂൺ നാരങ്ങ നീരുമാണ്. ഇത് രണ്ടും കൊണ്ട് ചർമ്മത്തിൻ്റെ പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഇത് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ ഉരുളൻകിഴങ്ങ് മിക്സിയിൽ നല്ലതുപോലെ അടിച്ച് പേസ്റ്റാക്കി എടുക്കുക. ഇതിലേക്ക് നാരങ്ങ നീര് മിക്സ് ചെയ്ത് മുഖത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. മുഖത്തും കഴുത്തിലുമെല്ലാം തേക്കാവുന്നതാണിത്. ഇത് ചർമ്മത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്നവയാണ്. ഏകദേശം ഒരു 40 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം നമുക്ക് കഴുകാം. ഇത് ചർമ്മത്തിന് തിളക്കവും നിറവും വർദ്ധിപ്പിച്ച് നമ്മുടെ മുഖത്തിൻ്റെ കരിവാളിപ്പൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ചർമ്മത്തിലെ മൃതകോശങ്ങളും സൗന്ദര്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നവയാണ്. അതിന് നമുക്ക് പരിഹാരം കാണുന്നതിന് ചില മാർഗങ്ങളുണ്ട്. പലപ്പോഴും മൂക്കിന് ഇരുവശത്തും ഇത്തരത്തിൽ മൃതകോശങ്ങൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട്. അതിനെ പരിഹരിക്കാനും തിളക്കം നൽകുന്നതിനും 2 ടീസ്പൂൺ പൈനാപ്പിൾ പൾപ്പ്, 1 ടീസ്പൂൺ തേൻ എന്നിവയാണ് നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതിനി തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ പൈനാപ്പിളിൻ്റെ പൾപ്പ്, തേന് എന്നിവ മിക്സ് ചെയ്ത് പേസ്റ്റാക്കി മുഖത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. 5 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. ഇത് ചർമ്മത്തിലെ മൃതകോശങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു. ചർമ്മത്തിലെ പല അസ്വസ്ഥതകളും ഇല്ലാതാക്കാൻ ഏറ്റവും മികച്ചതെന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാവുന്നതാണ്. പിന്നെ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചർമ്മത്തിൻ്റെ തിളക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിക്ക് നമുക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഇനി നമുക്ക് പപ്പായ ഉപയോഗിക്കാവുന്നതാണ്. ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കാൻ എന്തുകൊണ്ട് നല്ലതാണ് പപ്പായ. 1 ബൗൾ പപ്പായ കഷ്ണങ്ങളാക്കിയത്, 1 ടേബിൾ സ്പൂൺ തേന്, 1 ടേബിൾ സ്പൂൺ മുൾട്ടാനി മിട്ടി എന്നിവയാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്കിത് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ പപ്പായ നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി മുൾട്ടാനി മിട്ടിയും തേനും മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കും. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. ഇതുകൊണ്ട് നമ്മുടെ ചർമ്മത്തിൻ്റെ പല അസ്വസ്ഥതകളും നമുക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കും. ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും മുഖത്തിന് നിറം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു പപ്പായ. അതുപോലെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈർപ്പം നിലനിർത്തുന്നതിനാണ്. ചർമ്മത്തിൻ്റെ ഈർപ്പം നിലനിർത്താനും കുക്കുംബർ നമ്മളെ സഹായിക്കും. ഇതിനായിട്ട് 1 കുക്കുംബർ, 2 ടേബിൾ സ്പൂൺ തൈര് എന്നിവയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതുകൊണ്ട് സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്നവർക്ക് ഇനി ചർമ്മത്തിൻ്റെ ഈർപ്പം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് തൈരും കുക്കുംബറും. ഇത് തയ്യാറാക്കുന്ന വിധം കുക്കുംബർ വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി കനം കുറച്ച് മുറിക്കുക. ഇത് തൈരിൽ മുക്കി മുഖത്ത് വെച്ച് 5 മിനിറ്റിന് ശേഷം എടുത്തു മാറ്റാം. ഇത് മുഖത്തിന് തിളക്കം വർദ്ധിപ്പിക്കും. മാത്രമല്ല ചർമ്മം വളരെ ഈർപ്പമുള്ളതാക്കാനും ഇത് നമ്മളെ സഹായിക്കും. സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി പല വിധത്തിലുള്ള പല പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്നതിന് ഈ ഒരു വഴി സഹായകം തന്നെയാണ്.
അതുപോലെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്നവരെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് പലപ്പോഴും അമിത എണ്ണമയം. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്നൊന്ന് നോക്കാം. ഇതിനായിട്ട് അമിത എണ്ണമയത്തെ ഇല്ലാതാക്കാനായിട്ട് 3 മുട്ടയും മോയ്സ്ചറൈസറും മതിയാകും. അത് സൗന്ദര്യത്തിനുണ്ടാകുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥകൾക്ക് നമുക്ക് പരിഹാരം കാണുന്നതിന് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഏത് വിധത്തിൽ ഇത് ഉപയോഗിക്കണം എന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് മുട്ടയുടെ വെള്ള മഞ്ഞക്കരുവിൽ നിന്ന് മാറ്റി 3 പാളികളായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് കഴുകിക്കളയാം. അതിനുശേഷം അല്പം മോയ്സ്ചറൈസർ തേച്ച് പിടിപ്പിക്കാം. ഇത് അമിതമായുള്ള എണ്ണമയത്തെ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് സൗന്ദര്യത്തിന് വില്ലനാവുന്ന ഈ ഒരു അവസ്ഥയെ നമുക്ക് നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ കഴിയുന്നതാണ്. പല സൗന്ദര്യ പ്രതിസന്ധികൾക്കും മുട്ട കൊണ്ടിട്ട് പല വിധത്തിൽ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ ചർമ്മം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. നല്ല സോഫ്റ്റ് ചർമ്മത്തിന് വേണ്ടി നമുക്ക് ഇനി ചില പൊടിക്കൈകൾ ചെയ്യാവുന്നതാണ്. ചർമ്മത്തിൻ്റെ മൃദുവാക്കി മാറ്റാൻ ഓട്സിന് കഴിയുന്നതാണ്. എങ്ങനെ ഇത് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് 1/2 കപ്പ് ഓട്സ് പേസ്റ്റാക്കി മുഖത്ത് വട്ടത്തിൽ തേച്ച് പിടിപ്പിക്കുക. 15 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. ഇത് സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി സഹായിക്കുന്നവയാണ്. ഏത് സൗന്ദര്യ പ്രതിസന്ധികൾക്ക് നമുക്ക് പരിഹാര മാർഗം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ടിപ്പുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും ടിപ്സുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്കൊരു ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി മറ്റൊരു ടിപ്സുമായിട്ട് നാളെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.